കണ്ടുകൊണ്ടാണ് ഒത്തിരി അതിൽ നടക്കുന്നത്. അല്ലയോ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ? നിങ്ങൾ നിങ്ങളുടെ കുറ്റമോനെ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞു വിളിക്കുന്നു. നിങ്ങളുടെ കൈ കാലിയാണെങ്കിൽ അത് കളവാണ് കേട്ടോ. എത്ര നിസ്സാരം നോക്കൂ നിങ്ങൾ. നമ്മുടെ ജീവിതത്തിലൊക്കെ ഇതുപോലെ എത്ര സന്ദർഭങ്ങൾ നമ്മൾ കളവ് പറയുന്നവരാണ്. ഈ ഒരു വെളിപോലെ കളവായി മാറുമെന്ന മുന്നറിയിപ്പാണ് ലോകത്ത് പഠിപ്പിച്ചത്. അതുകൊണ്ട് മുമ്പിനെ കളവ് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും സംഭവിച്ചു പോകരുത്. സത്യം സത്യം അത് ഗുണകരമാണ്. ഗുണകരമായ കാര്യം സ്വർഗത്തിലേക്ക് നയിക്കുന്നു. കളവ് കുറ്റകൃത്യമാണ്. കളവ് നരകത്തിലേക്കാണ് മനുഷ്യനെത്തിക്കുക. അതുകൊണ്ട് സത്യം പറയുക എന്നുള്ളത് ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ അവൻ വളരെ ശ്രദ്ധയോടുകൂടെ ആലോചിക്കേണ്ട ഒരു സംഗതിയാണ്. നിത്യജീവിതത്തിൽ നമ്മൾ പറയുന്നതിൽ നമ്മൾ ചെയ്യുന്നതിൽ കളവ് വരുന്നുണ്ടോ എന്ന് അതിന് മുന്നിൽ ചിന്തിച്ചില്ല എങ്കിൽ അവൻ നിഫാഖിന്റെ വിട്ടുപോകും. മുനാഫിഖീങ്ങളാണെങ്കിൽ അവർ പറയുന്നതിൽ പലതും കള്ളമായിരിക്കും. ചില ആളുകൾ പറയുമ്പോൾ നമ്മൾ പറയുന്നത് അതാരാണ് പറഞ്ഞത്, ഇന്ന ആളാണ് പറഞ്ഞത്, പിന്നെ അത് നമ്മൾ ശ്രദ്ധിക്കണ്ട. കാരണം അത് അവർ കള്ളം പറയുന്ന ആളാണ് എന്ന് നമ്മുടെ ഇതിൽ തന്നെ പലരും പറ്റിയും നമുക്ക് പറയാറുണ്ട്. മുഅ്മിനീങ്ങളെ നമ്മുടെ പറ്റി ഒരാളും അങ്ങനെ പറഞ്ഞു പോകരുതേ. നമ്മുടെ ചില വാക്കുകൾ നമ്മൾ വളരെ സൂക്ഷിച്ചു കൊള്ളണം. അതുകൊണ്ട് ആദ്യമായി പറഞ്ഞവരാന്റെ അടയാളം സംസാരിച്ചാൽ അവരെ കളവ് പറയും. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. രണ്ടാമത്തെ അടയാളം ഹബീബായ റസൂൽ പഠിപ്പിക്കുകയാണ്. കരാർ ചെയ്താൽ അവൻ ലംഘിക്കും. എന്തെങ്കിലും ഒരു കരാർ ചെയ്താൽ ആ കരാറിന് തീരെ ഒരു വിലയും കൽപ്പിക്കുകയില്ല. അതുപോലെ അവൻ നിർവഹിക്കൂല, ലംഘിച്ചു കളയില്ല. ഇതൊന്നും ഒരു കരാറിന്റെ അടയാളമാണ്. അതുപോലെ വിശ്വസിച്ചാൽ അവനെ വഞ്ചിച്ചു കളയും. വിശ്വസിച്ചവനെ വഞ്ചിക്കുക. നമ്മളെ വിശ്വസിച്ച ഒരാളൊരു കാര്യം ഏൽപ്പിച്ചാൽ അതിൽ നമ്മൾ കളവ് അല്ലെങ്കിൽ അതിൽ നമ്മുടെ കൃത്രിമം കാണിക്കുകയാണ്. ഈ വിശ്വാസവഞ്ചന ചെയ്യുന്നത് മുനാഫിഖിന്റെ അടയാളമാണ്. അതുപോലെ പിണങ്ങിയാൽ അവൻ ചീത്ത പറയും. പരസ്പരം എന്തെങ്കിലും പിണക്കുകൾ ഉണ്ടാകുമ്പോൾ വല്ലാതെ ചീത്ത വാക്കുകൾ ഉപയോഗിക്കും. ഈ 4 കാര്യങ്ങൾ ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അവൻ തനിച്ച മുനാഫിഖാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് മാത്രമല്ല, വേറെയും മുനാഫിഖുകളുടെ അടയാളങ്ങൾ മനസ്സിലാക്കി മുനാഫിഖുകൾ നമ്മുടെ കൂടെ നിസ്കരിക്കാനൊക്കെ വരുന്നവരാണ്. പക്ഷേ അവരെ തിരിച്ചറിയാനുള്ള അടയാളം ഇശാ നിസ്കാരത്തിലും സുബഹി നിസ്കാരത്തിലും അവരെ പള്ളിയിൽ കാണില്ല. അതവർക്ക് വലിയ ഭാരമുള്ള നിസ്കാരമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇശാ നിസ്കാരത്തിലും സുബഹി നിസ്കാരത്തിലും പള്ളിയിലേക്ക് വരാൻ അല്ലെങ്കിൽ അത് നിസ്കരിക്കാൻ മുനാഫിഖുകൾക്ക് വലിയ പ്രയാസമായിരിക്കും. അതുപോലെ തന്നെ മറ്റൊരു സന്ദർഭത്തിൽ പറയുകയാണ്, ഒരു പള്ളിയിൽ വന്ന ഒരാൾ മുഅ്മിനാണോ മുനാഫിഖാണോ എന്ന് തിരിച്ചറിയാനുള്ള അടയാളം പള്ളിയിൽ വന്നൊരു മുഅ്മിനായ മനുഷ്യൻ സമുദ്രത്തിലുള്ള മത്സ്യങ്ങളെപ്പോലെയാണ്. അവസ്ഥ പള്ളിയിൽ നിന്ന് പുറത്തിറക്കാൻ വലിയ ബേജാറായിരുന്നു. പള്ളിയിൽ വന്നാൽ പുറത്തിറക്കാൻ വലിയ മടിയായിരിക്കും. അവരിങ്ങനെ സാവകാശത്തോടെ ദിക്ർ ചൊല്ലി, തസ്ബീഹ് ചൊല്ലി, സലാത്ത് ചൊല്ലി, ഖുർആൻ പാരായണം നടത്തി അങ്ങനെ പള്ളിയിൽ സമയങ്ങൾ ചെലവഴിക്കും. അവരുടെ പുറത്തിറക്കാൻ അവർക്ക് വലിയ മനസ്സ് വരുന്നതാണ്.